ഇത് ഇന്ന് 3 ഷോ കഴിയുമ്പോൾ ഇതാണ് ഈ കൊല്ലത്തെ ഹിറ്റ് 43.72 കോടി വന്നു എന്നൊക്കെ പറയാം. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ 1000 കോടി കിട്ടിയാൽ നല്ല കാര്യം, ഭഗവാനെ നന്നായിരിക്കട്ടെ. പക്ഷേ ഇത് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ 48 കോടി കിട്ടിയതൊക്കെ പറയാൻ അതൊക്കെ ചുമ്മാതാ. എന്തിനാണ് അപ്പോൾ നമുക്ക് വലിയ 500 കോടിയും 400 കോടിയൊക്കെ മുടക്കി പടം? അതെ, ഒന്നുമില്ലെങ്കിൽ അതുവഴി ഒന്ന് പോകുന്നതായിട്ടെങ്കിലും കാണിക്കണം. പഴയ പ്രേതം അതാ പോകുന്നതെങ്കിലും പറഞ്ഞാൽ മതി അല്ലേ, ഒരു ഷോട്ടെങ്കിലും വരണ്ടേ. ഞാനിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അമീനോട് പറയായിരുന്നേ, ഇപ്പം പറയുന്നത് എനിക്ക് എന്താ പറയണമെന്ന് അറിയാൻ പറ്റും. അയ്യോ മല്ലിക, 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും പേര് സാക്ഷിയാണ്. നമ്മളൊക്കെ അതുവഴി കുറേ കൂടെ വയസ്സാവുമല്ലോ. ഈ തള്ള ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നൊന്നും ആവല്ലേ പൊന്നു മോനെ. ഒരു നടിയും ആ നടിയുടെ കുഞ്ഞും 2 പേരും എന്നെ ആൻറ്റി എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, അമ്മ ആൻറ്റി എന്ന് വിളിക്കുന്നെങ്കിൽ മോൾ അമ്മൂമ്മയെന്ന് വിളിക്കണം. അമ്മയെ മോളും കൂടെ ഇങ്ങനെ ആൻറ്റി എന്ന് പറഞ്ഞ പോലെ പ്രായം കൂടുന്തോറും നമ്മളോടുള്ള സ്നേഹം കുറയാതിരുന്നാൽ മതി. ഞാൻ ആരുമായിട്ട് ഒരു ഉടക്കിനും പോകത്തില്ല. വിഷമം തോന്നുമ്പോൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി അങ്ങ് പറയും, ഇത്രയും. അവനങ്ങനെ വലിയ ഇഷ്ടമാണ് സത്യം പറയാം. ഞാൻ എൻ്റെ മകനായിട്ടല്ല, മിടുക്കന്മാർ കുട്ടികൾ വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മോൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്, എന്നും നമുക്കൊരു 3-4 സൂപ്പർ സ്റ്റാർസിനെ വെച്ച് കോടികൾ മുടക്കി പണമെടുക്കാൻ പറ്റുമോ? ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. തിങ്ക് മൊബൈൽ, തിങ്ക് ഓക്സിജൻ. Oxygen, the smartphone expert. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം എപ്പോഴും നമുക്കൊരു ഭയങ്കര വലിയ പടങ്ങളിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പേരുകൾ പറയാൻ കുറച്ച് വൈകും. കാരണം വലിയ വലിയ താരങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാം കൊച്ചു പിള്ളേർ ശരി. പക്ഷേ ഇവരെ പറ്റി ഞാൻ ഇതിന് മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ട്. സാഗർ, ഗണപതി. ഇപ്പം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഞാൻ അടുത്തറിയുന്നത് അമീനെയാണ്. അമീൻ ഇങ്ങനെ കലക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ. ഭയങ്കര കാരണം ഞാൻ ഈ പടത്തിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നി ഇത് രസമായിട്ട് അവരൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി സത്യം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളോട് വരുമ്പോൾ അവർ അയ്യോ അമ്മ അവരൊക്കെ വേറെ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പോഴാണ് പൃഥ്വി എന്നെ ഓർമ്മപ്പെടുത്തി, അമ്മയ്ക്ക് ഓർമ്മയില്ലേ സാഗറിനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞത്, ഇങ്ങനത്തെ പടങ്ങൾ ഓടുമ്പോഴുണ്ടല്ലോ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കൊരു അഭിമാനവും സന്തോഷമാണ്. കാരണം ഇതൊരു താരമൂല്യം കൊണ്ട് ഓടിയ പടമല്ല. ഒരു ചെറിയ സംഭവത്തിനെ 2-2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു സിനിമയാക്കി അതിമനോഹരമായിട്ടൊരു തിരക്കഥയുണ്ടാക്കി, അത് പിന്നെ സ്ക്രിപ്റ്റാക്കി, അതിലും ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തു. അതിലൊക്കെ ഉപരിയായിട്ട് എന്താ ക്യാമറ എഡിറ്റിങ്ങും. ഞാൻ പോലും ഒരു ഷോട്ട് ഞെട്ടിപ്പോയി. അവസാനം വീണ്ടും കണ്ണാടിയിൽ എന്നെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി, അയ്യോ പോയില്ല തള്ളാതെ എനിക്ക് തോന്നി. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ട് ഈ പടം എടുത്തു. എനിക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ വിജേഷിന് വല്ലതും തോന്നുന്നു വിചാരിച്ചാൽ എൻ്റെ ഫോണിനകത്ത് 1000 മെസ്സേജ്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത് വിദേശത്തു നിന്നാണ് കൂടുതൽ മെസ്സേജുകൾ. ലണ്ടനിലൊക്കെ 30 സീറ്റ് അവിടുത്തെ നമ്മുടെ ഈ പാരഗണിൻ്റെയൊക്കെ ഒരു പാർട്ണറായിരുന്നു എൻ്റെ ഒരു വലിയ, നിങ്ങൾക്കൊക്കെ അറിയാം, കൊച്ചിനെ കയറി ലേഡി പൃഥ്വിരാജ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിനിടെ അച്ഛനും അവരെല്ലാവരും കൂടെ ഒരു സ്റ്റാഫ് മുഴുവൻ പോയിട്ട് ആദ്യം ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞ അമ്മേ, ഞങ്ങളൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ സാധാരണ മമ്മൂട്ടി സാറും മോഹൻലാൽ സാറിൻ്റെയൊക്കെ പടത്തിൽ ടിക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ ദിവസം പെട്ടെന്ന് എന്നാൽ അതിൽ കിട്ടും. ഇത് 3 ദിവസം കഴിയാണ് അവർക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ എന്തോ കാര്യമായിട്ട് ഈ പടത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്രെയിം പോലും ബോറടിക്കാതെ, ആർക്കും ഇൻ്റർവെല്ലിനൊന്നും പുറത്ത് പോകണ്ട, പെട്ടെന്നെങ്ങാനും കയറി വന്നാലോ പടം എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അത്ര നല്ലൊരു പടം. ഇങ്ങനത്തെ പടമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ത്രില്ലാണ്. ഈ സ്ഥിരം കണ്ട സാധനങ്ങൾ എന്തിനാണ് അപ്പോൾ നമുക്ക് വലിയ 500 കോടിയും 400 കോടിയൊക്കെ മുടക്കി പടം? ഇതുപോലത്തെ ഒരു 4-5 പടം എടുത്ത്, ഒന്നാമത്തെ കാര്യം ഞാൻ തുറന്ന് പറയാണ് കേട്ടോ, ഇങ്ങനത്തെ പടങ്ങൾ ഓടാൻ പ്രേക്ഷകരും മാധ്യമങ്ങളും സഹായിക്കണം. എന്നെങ്കിലേ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. പറയുമ്പോൾ ഡയലോഗാണ് ചിലർക്ക് എല്ലാം പറയാമെങ്കിലും എത്ര പേരാണെന്നറിയാം ഈ തൊഴിലിൻ്റെ പുറകിൽ ജീവിക്കുന്നവർ. അവരെ സംബന്ധിച്ച് ഈ ചിത്രങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് അവർക്ക് ജോലി കൂടുതൽ കിട്ടുന്നത്.
ഈ പടമൊക്കെ ഓടിക്കഴിഞ്ഞപ്പം സത്യം ഞാനാണെങ്കിൽ ഞാനുള്ള ഏത് പടം 2 സീനാണെങ്കിലും ശരി, ഞാൻ റിലീസിൻ്റെ അന്ന് പോയി സകല ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് ഭഗവാനെ ഈശ്വര ഉടക്കിയ കാശെങ്കിലും പ്രൊഡ്യൂസർക്ക് കിട്ടണേ. ആ പരിപാടിയൊന്നും ഇന്നില്ല. അതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള പഴയ അമ്മമാരുടെ ഒരു രീതിയാണെന്ന് രാവിലെ ഒന്ന് കുളിച്ച് തൊഴാൻ പോകുക എന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് വരുന്ന റിപ്പോർട്ടുകളും വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി ഇത് ആരോട് എന്ത് ഉത്തരവാണ് പറയേണ്ടത് എനിക്കറിയാൻ വയ്യ. വിജേഷിൻ്റെ പറയണോ, നിർമ്മാതാക്കളെ പറയണോ, അത് ഈ പറഞ്ഞിട്ട് തിരക്കഥയും പാട്ടും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം കൂടെ നമ്മൾ പറയത്തില്ല, ഒരു സമഞ്ജസമായിട്ട് സമ്മേളിക്കുക. അതൊക്കെ അത്ര പെർഫെക്റ്റായിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോയ ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാനടക്കമുള്ളവർ കാണുന്നത് പ്രകമ്പനം. ചുമ്മാതല്ല കേരളം പ്രകമ്പനം കൊണ്ടത്. രണ്ടാമത് ഇല്ലെങ്കിൽ ഞാൻ വിജേഷിനെ ചെവിക്ക് പിടിക്കും. എങ്ങനെ ഡബ് ചെയ്ത് ഞാൻ എത്ര പാടുപെട്ടെന്ന് ആലോചിച്ചു. അതെ, ഒന്നുമില്ലെങ്കിൽ അതുവഴി ഒന്ന് പോകുന്നതായിട്ടെങ്കിലും കാണിക്കണം. പഴയ പ്രേതം അതാ പോകുന്നെങ്കിലും പറഞ്ഞാൽ മതി അല്ലേ, ഒരു ഷോട്ടെങ്കിലും വരണ്ടേ. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അമീനോട് പറയായിരുന്നേ, ഇപ്പം പറഞ്ഞത് എനിക്ക് എന്താ പറയണമെന്ന് അറിയാൻ വയ്യ. അയ്യോ മല്ലിക, 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും പേര് സാക്ഷിയാണ്. നമ്മളൊക്കെ അതുവഴി കുറേ കൂടെ വയസ്സാവുമല്ലോ. ഈ തള്ള ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നൊന്നും ആവല്ലേ പൊന്നു മോനെ അതല്ല സത്യം. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ പടങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ, വ്യസന സമേതം. അതിനകത്ത് ഇങ്ങനെ നമ്പർ ഓഫ് സീൻസ് അല്ല, പക്ഷേ നമ്മളൊരു റോള് കേൾക്കുമ്പോൾ അയ്യോ ഇത് പടം കഴിഞ്ഞാലും നമ്മളെ ഓർക്കും എന്നുള്ളൊരു ധാരണ വരും. അങ്ങനെ ഏതായാലും ഈ പടം എൻ്റെ ഒരു നല്ല സമയത്ത് തന്നെ വന്നതാണ്. അപ്പോൾ സമയം നല്ലതായിരിക്കും, അതായിരിക്കും ദൈവം തമ്പുരാൻ വേഷം കൊണ്ട് തന്നത്. അയ്യോ എൻ്റെ മോനെ, അല്ല അതൊക്കെ ശരിയാണ്. 35 കൊല്ലം മുമ്പേ ഒരു സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചതാണ് ഞാൻ. പക്ഷേ അതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മളെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ജനം ഇപ്പോഴും മല്ലിക ചേച്ചി, മല്ലിക ആൻറ്റി, മല്ലികാമ്മ, അമ്മൂമ്മ എന്ന് വിളിക്കുന്ന ഒരു നടിയും ആ നടിയുടെ കുഞ്ഞും 2 പേര് എന്നെ ആൻറ്റി എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, അമ്മ ആൻറ്റി എന്ന് വിളിക്കുന്നെങ്കിൽ മോൾ അമ്മൂമ്മ എന്ന് വിളിക്കണം, അമ്മയെ മോളും കൂടെ അങ്ങനെ ആൻറ്റി എന്ന് പറഞ്ഞ പോലെ പ്രായം കൂടുന്തോറും നമ്മളോടുള്ള സ്നേഹം കുറയാതിരുന്നാൽ മതി. ഞാൻ ആരുമായിട്ട് ഒരു ഉടക്കിനും പോകത്തില്ല. വിഷമം തോന്നുമ്പോൾ ഉള്ള കാര്യം മുഖത്ത് നോക്കിയാലും പറയും, ഇത്രയേ ഉള്ളൂ. അയ്യോ സാഗറിൻ്റെ ഡബ്, കാരണം സാഗർ അസലായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ എക്സ്പ്രഷൻ വരുന്ന പോലെ നമ്മൾ ആ സീനിൻ്റെ എന്തിനാണ് നമ്മൾ ഈ കിടന്ന് ഷൗട്ട് ചെയ്യുന്നതൊക്കെ ഉള്ളത് വരണ്ടേ. അപ്പോൾ അത്രയും വരണമെന്നുണ്ടെങ്കിൽ ഇതാ ഒന്നും കൂടെ അമ്മ കുറച്ചും കൂടി ഒന്ന് ഒച്ചത്തിൽ എന്ന് പറഞ്ഞ് പറയരുത് പറയും. ഞാൻ പറഞ്ഞു പറ ഒച്ചത്തിലെന്ന് എൻ്റെ തൊണ്ട പോവും. ഏതായാലും അത് ശരിക്കും ഇവരുടെ പെർഫോമൻസാണ് നമുക്കും കൂടെ ഒരു മൂഡ് തരുന്നത്. ഇവർ 3 പേരും കൂടെ നിന്ന് പൊരിക്കുകയല്ലേ. അപ്പോൾ നമ്മളറിയാതെ നമ്മളും കൂടെ ഒരു രസത്തിലങ്ങ് ചെയ്തു പോകും. എനിക്ക് ഡബിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് പേര് വലിയ സ്റ്റാർസാണ് ചേച്ചി എങ്ങനെ ഇങ്ങനെ 2 സൗണ്ട് ആക്കിയെന്നൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. സത്യം പറയാം, ഞാൻ പറഞ്ഞാൽ അതിങ്ങനെ ഒരു മൂച്ചിലങ്ങ് ചെയ്തതാണ്, വയസ്സായതൊന്നും അപ്പോൾ ഓർത്തില്ല എന്ന് പറഞ്ഞു ഞാൻ. സാഗർ രാജുവിൻ്റെ പ്രൊഡക്ഷൻ കുരുതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അല്ലേ പറഞ്ഞു സത്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് ഗണപതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും അമീന ഇവരെല്ലാവരെയും കുറിച്ച് സീത അടക്കമുള്ളവരെ കുറിച്ച് പറയും. അതിനങ്ങനെ വലിയ ഇഷ്ടമാണ് സത്യം പറയാം. ഞാൻ എൻ്റെ മകനായിട്ടല്ല, മിടുക്കന്മാർ കുട്ടികൾ വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മോൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്, എന്നും നമുക്കൊരു 3-4 സൂപ്പർ സ്റ്റാർസിനെ വെച്ച് കോടികൾ മുടക്കി പടം എടുക്കാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇൻഡസ്ട്രി വളരണം. ഇപ്പോൾ പണ്ടുണ്ടായിരുന്നു സത്യം മാസ്റ്റർ കൂടെ മധു സാർ, നസീർ, ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കൂടെ. അത് കഴിഞ്ഞ് അടുത്ത തലമുറ വന്നു, സോമേട്ടൻ, സുഖുവേട്ടൻ, ജയൻ, അവരുടെ കൂടെ ഞങ്ങളൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ അതാണ് എനിക്ക് തന്ന വലിയ ഈശ്വരാധീനം. ഇവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 3 or 4 ഒക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തലമുറകളായിട്ട് പുതിയ മിടുക്കന്മാർ പിള്ളേർ വരട്ടെ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി പ്രേതമായിട്ടെങ്കിലും ഒക്കെ നമുക്ക് എവിടെയെങ്കിലും നിൽക്കേണ്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും നിൽക്കാമല്ലോ അല്ലേ. അതൊക്കെ അങ്ങനെ പോകും സമയം. ഇവരൊക്കെ വലിയ ഇപ്പോഴോ നല്ല കുഴന്തയാവുക്കാട്ടിരിക്കാൻ ഇവங்க പോയി തമിഴ്നാട്ടിൽ ഇറങ്ങിനാ ഇവങ്ങളെ പற்றி தான் கேட்குறாங்க. ராஜு சொன்னேன், அம்மா உங்களுக்கு தெரியாதா? நம்ம இல்லைப்பா நான் பார்க்கல, இன்றைக்கி தான் பார்க்க போகிறேன்னு சொன்னேன். கண்டிப்பாக இப்போ மத்தியானம் கூட நான் ஃபோன் பண்ணேன். ഇവർക്കൊക്കെ ഇവരെ നേരത്തെ അറിയാം. ഞങ്ങളൊക്കെ കുറച്ച് വിട്ട് നിന്നോണ്ട് ഞാൻ തമിഴ് പടം അഭിനയിച്ചു കേട്ടോ. സീമാൻ സാറിൻ്റെ വാഴ്ത്തുക്കൾ മാധവൻ്റെ അമ്മയായിട്ട് ഞാനായിരുന്നു. പിന്നെ കൊള്ളാം. അന്ന് മാധവൻ ഇപ്പോഴും ഞാൻ പറയും മല്ലിഹ ചേച്ചി എന്നാണ് വിളിക്കുന്നത് എന്നെ. അത് പിന്നെ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ പോയി നിന്ന് അഭിനയിക്കാൻ
കുറേയൊക്കെ ആകുമ്പോൾ മതിയാകും മോനെ. ഇതുപോലെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്നിട്ട് നല്ല വേഷം കിട്ടിയാൽ മതി. കൊച്ചു പിള്ളേരുടെ കാലത്താണ് ഓടി നടന്ന് അഭിനയിക്കണം എന്നൊക്കെ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. നല്ല വേഷം കിട്ടിയാൽ പോകും. എങ്ങനെ എനിക്ക് അതെന്തായിരിക്കും കഥ എന്നാലോചിക്കുകയാണ്. എൻ്റെ പൊന്നു കുഞ്ഞേ കൊള്ളാം. അതെനിക്കിട്ടത് ഭാര്യത കേട്ടോ. കഥ കൊണ്ടുപോവാ. 70 വയസ്സായ ഒരു അമ്മച്ചിയുടെ കഥ കൊണ്ടുപോവാ. ഞാൻ നായികയായിട്ട് ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരാം. എന്താ പോരെ? 3-4 തലമുറകളായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട് മലയാള സിനിമയിൽ. ഇപ്പോൾ ഒരുപാട് 3 4 കാണുമല്ലോ. 4 ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത മലയാള സിനിമയിലെ ഒരു ജേർണി തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ എത്ര ദിവസം തിയേറ്ററിൽ ഓടി എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മൾ അത് വിജയിച്ചോ തോറ്റോ എന്നൊക്കെ അറിയുന്നത്. ഇപ്പം എത്ര കോടി ക്ലബിൽ കയറി എന്നാൽ ഒരു വിജയത്തിന്റെ ഒരു ഗ്രാഫ് അങ്ങനെ മാറി. ഇപ്പം പ്രകമ്പന ഇപ്പം 3 ആഴ്ചകളായി കണ്ടിന്യൂസ് ഹൗസ്ഫുള്ളായിട്ട്. അത് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ചില പടം ഇറങ്ങിയിട്ട് പിറ്റേ 24 മണിക്കൂറിന് മുമ്പ് 28 കോടി എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ വരുമെന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു പിടിയില്ല, സത്യം പറയാണ്. കാരണം അതൊക്കെ അങ്ങ് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് അയ്യോ അല്ല എമ്പുരാനെ കാട്ടി മറ്റേ പടം അങ്ങനെ കൂടി. ഇതിൻ്റെയൊക്കെ കൃത്യ കണക്കുകൾ കിട്ടും. ഇത് സത്യസന്ധമായിട്ടുള്ള തുകയൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ വല്ല പാടുണ്ടോ? ഇത് ഇന്ന് 3 ഷോ കഴിയുമ്പം ഇതാണ് ഈ കൊല്ലത്തെ ഹിറ്റ്, 43.72 കോടി വന്നു എന്നൊക്കെ പറയാം. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളപ്പോൾ സന്തോഷമാണോ? അയ്യോ ഭാഗ്യം, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുന്നതാണ് നമുക്ക് മാന്യത. സത്യം പറയാം. അതിനകത്ത് നിങ്ങൾ തർക്കിച്ച് കഴിഞ്ഞാൽ ഇവിടെ അന്തോ ഇല്ലാത്ത പോലെ പോകും. അതൊക്കെ വെറുതെയാണ്. ഒരു പടം ഇത്ര ദിവസം ഓടിയാൽ ഇത്ര സെൻറ്റ് തിയേറ്ററുകളിൽ ഓടിയാൽ കിട്ടുന്ന പൈസ അതിപ്പോൾ എന്തെല്ലാം ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറുണ്ട് അല്ലേ, തിയേറ്റർ ഷെയറുണ്ട്. അത് ഞങ്ങൾ 2 പടം പണ്ട് എൻ്റെ സുഖം പ്രൊഡ്യൂസ് ചെയ്ത, അത് പറഞ്ഞാൽ നല്ല രസം. അതൊക്കെ പലർക്കും അറിയില്ല. ഇരകളുടെ പടം എടുത്തപ്പോൾ സുഖോട്ടൻ്റെ നാട്ടിലെ എടപ്പാളിൽ അത് അവിടെ ഉള്ളവർക്ക് ഇന്നും അറിയാം. ഒരു തിയേറ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, പ്രൊഡ്യൂസർ ഷെയർ, പിന്നെ സർക്കാരിന് പോകുമല്ലോ ഒരു കോപ്പി. അതവിടെ പഞ്ചായത്തുമായിട്ട് വന്നത് 3 തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. സുഖമായിട്ട് ഇത് കൊണ്ടുപോയി പുള്ളി അറിയാമല്ലോ, കേൾവി കാണുമല്ലോ, ഇച്ചിരി ബാക്കി നിയമം പഠിച്ചിട്ടുണ്ട്, വിടുവോ? അതുകൊണ്ട് പോയി അവസാനം സുഖമായിട്ട് പറഞ്ഞിടത്ത് വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഈ 1000 കോടി കിട്ടിയാൽ നല്ല കാര്യം, ഭഗവാനെ നന്നായിരിക്കട്ടെ. പക്ഷേ ഇത് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ 48 കോടി കിട്ടിയതൊക്കെ പറയാൻ അതൊക്കെ ചുമ്മാതാണ്. അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പം ഈ ലോകം മുഴുവൻ ഈ പടം വരുമ്പോൾ 4 ഷോ വെച്ച് കളിക്കണം, എല്ലാം മാറ്റി വെച്ച്, അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ കുറേ കാലം ഓടണം. ചുമ്മാ ഓടിയാൽ പോരാ, നല്ല ഹൗസ്ഫുള്ളായിട്ട് ഓടണം, ആൾക്കാർ കയറണം. ഇപ്പോൾ പിന്നെ വിദേശത്ത് കൂടെ റിലീസ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് തിയേറ്റേഴ്സ് ഇപ്പോൾ 600-700 സെൻറ്ററുകളെല്ലായിടത്തും കൂടെ ഒക്കെ വരുമ്പോൾ അതൊരു നന്നായിട്ട് പോവുകയാണെങ്കിൽ ശരിയായിരിക്കും. പക്ഷേ എന്നാലും ഈ കോടികളുടെ കണക്കിൽ കുറച്ചൊരു എക്സാജറേഷൻ ഉണ്ട്, അത് യാതൊരു സംശയമില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.